അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ മഹാനായ സ്വഹാബി അബൂബക്കർ നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ഇന്നഹു കാന ഇദാ ജാഅഹു അംറു സുറൂറിൻ ഔ ബുശ്ശിറ ബിഹി ഖറ സാജിദൻ ശാക്കിറൻ ലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷകരമായ ഒരു കാര്യം വന്നെത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സന്തോഷ വാർത്ത ലഭിക്കുകയോ ചെയ്താൽ അള്ളാഹുവിന് നന്ദിയുള്ളവനായി അദ്ദേഹം സുജൂദിൽ വീഴാറുണ്ട് എന്നത്. പ്രിയമുള്ളവരെ, നന്ദിയുള്ളവനാവുക എന്നത് മനുഷ്യത്വമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്മരണയിലൂടെയും ഒക്കെ നന്ദി പ്രകടിപ്പിക്കാവുന്നതുമാണ്. സുജൂദ് ചെയ്തുകൊണ്ട് തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിനും തൻ്റെ സന്തോഷത്തിനും റബ്ബിനോട് നന്ദി കാണിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നാം ഇവിടെ കാണുന്നത്. എത്രയോ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് ഒരിക്കൽ പോലും റബ്ബിൻ്റെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗം ചെയ്യാൻ സാധിക്കാത്ത, അതിന് മനസ്സ് വരാത്ത അനവധി ആളുകളുണ്ട് എന്നത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണേണ്ടത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദ് പറഞ്ഞുകൊണ്ട് റബ്ബിനെ വാഴ്ത്തി ലഭിച്ച നിഅമത്തുകളെ സ്മരിച്ചുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിലും നാം വായിക്കുന്നുണ്ട്. ഇദാ അത്താഹുൽ അംറു യസുറുഹു ഖാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ലഭിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു: അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. തുടർന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു പ്രയാസകരമായ ഒരു കാര്യമാണ് വന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നും പറയാറുണ്ട് എന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തനിക്ക് ലഭിച്ച നിഅമത്തുകളെ ഓർത്ത് ഹംദ് പറഞ്ഞുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, സൂറത്ത് നംലിൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം മറ്റാർക്കും ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹം തൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ, തനിക്ക് അനുഭവേദ്യമായപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹ്. അള്ളാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് നീ പ്രചോദനം നൽകണേ, എന്നെ സഹായിക്കണേ എന്ന് ദീർഘമായി നമസ്കരിച്ച് റബ്ബിനോട് നന്ദി പ്രകടിപ്പിച്ച നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം വായിക്കാറുണ്ട്. അഫല അക്കൂന അബ്ദൻ ഷക്കൂറ എന്ന മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരു മനസ്സ്, നന്ദിയുള്ളൊരു മനസ്സ് ദുനിയാവിൽ ലഭിക്കുന്ന വലിയ നിധികളിലൊന്നാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഖൽബുൻ ഷാക്കിറുൻ വലിസാനുൻ ദാക്കിറുൻ വസൗജത്തുൻ സ്വാലിഹത്തുൻ തുഈനുക അലാ അംരി ദുനിയാക വദീനിക് ഖൈറു മക്തനസൻ നാസ്. നന്ദിയുള്ള ഒരു ഹൃദയവും അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവും നിന്റെ ദീനിൻ്റെ കാര്യത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലുമൊക്കെ നിനക്കൊപ്പം നിൽക്കുന്ന, നിന്നെ സഹായിക്കുന്ന സ്വാലിഹത്തായ ഒരു ഭാര്യയും അതാണ് ജനങ്ങൾ കാത്തുവെച്ച നിധികളിൽ ഏറ്റവും ഉത്തമമായത് എന്ന്. ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ഉത്തമ സമ്പത്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഉപകാരം ചെയ്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും പ്രത്യുപകാരം ചെയ്തുമൊക്കെ വ്യക്തികളോടും നമുക്ക് നമ്മുടെ നന്ദി പ്രകടിപ്പിക്കാനാവും. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ റബ്ബിനോട് നന്ദി ഇല്ലാത്തവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെ വർധനവ് ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് പറഞ്ഞതും നാം ഓർക്കേണ്ടതുണ്ട്. ലഇൻ ശകർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നന്ദി കാണിച്ചാൽ, നന്ദിയുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു നൽകും എന്നും. നന്ദിയുള്ളവനാകണമെന്നും നന്ദികേട് കാണിക്കരുതെന്നും പറഞ്ഞ റബ്ബ് അധിക മനുഷ്യന് നന്ദി കെട്ടവനാണെന്ന് ഓർമ്മിപ്പിച്ചതും നാം മറക്കാതിരിക്കുക. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഹംദ് പറഞ്ഞും റബ്ബിനെ ഓർത്തും പ്രാർത്ഥിച്ചും സുജൂദ് ചെയ്തും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും അതോടൊപ്പം ലഭിച്ച അനുഗ്രഹങ്ങളുടെ അടയാളങ്ങൾ അഹങ്കാരമോ പൊങ്ങച്ചമോ ഇല്ലാതെ പ്രകടമാക്കുകയും സർവോപരി റബ്ബിനെ അനുസരിച്ചുമൊക്കെ നാം എല്ലാവരും നന്ദിയുള്ളവരാകണം, ഷാക്കിറുകളാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.